ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു അടിപൊളി എപ്പിസോഡാട്ടോ. രേവതിക്കുട്ടിയുടെ ജന്മരഹസ്യം പുറത്താവുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. രേവതിക്കുട്ടിയുടെ അമ്മ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ, എന്നാൽ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാട്ടോ രേവതിക്കുട്ടിയുടെ അച്ഛന്. ആ ഒരു രഹസ്യം അലീനെ കണ്ടെത്തുകയും അലീനെ തിരിച്ചറിയുമെന്ന് ആകെ ഷോക്കായി പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഈ ഒരു എപ്പിസോഡ് കുറച്ചധികം സീനുകൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു എപ്പിസോഡാട്ടോ. ആ ഒരു റിവ്യൂ ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ അലീനയെ ഇവിടെ നിന്ന് ബാലചന്ദ്രനുമായിട്ട് അവീതമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെയുള്ള താമസം അവളുടെ അച്ഛൻ ലാലിച്ചൻ്റെ കൂടെയാണ് കേട്ടോ. ആദ്യമൊന്നും അയാൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല. തന്നെ ചതിച്ചതാണ് അവളുടെ അമ്മ. ഞാൻ വന്നപ്പോഴേക്കും ഞാൻ വിവാഹ സർട്ടിഫിക്കറ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോഴേക്കും അവളുടെ വിവാഹം കഴിഞ്ഞ എന്ന വാർത്തയാണ് കേട്ടത്. തനിക്ക് ആക്സിഡന്റ് സംഭവിച്ചതാണ്. എന്നാൽ ഞാൻ അവളെ ചതിച്ചെന്നാ അവൾ കരുതിയത്. തനിക്ക് എന്താണ് സംഭവിച്ചെന്ന് ആലോചിക്കാൻ പോലും അവൾക്കൊന്ന് തിരക്കി വരാൻ പോലും തോന്നിയില്ലല്ലോ. ആ പരിഭവവും ദേഷ്യവും ഒക്കെ ലാലിച്ചൻ്റെ മനസ്സിലുണ്ട്. എന്നാലും അലീനയുടെ സ്നേഹവും സാമീപ്യമൊക്കെ കൊണ്ട് അയാളെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആയിടക്കാണ് സ്നേഹനികേതനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ കുറച്ച് സിസ്റ്റേഴ്സും കന്യാസ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ ഒരു ഫോൺ കോൾ അലീനയെ തേടി വരുന്നത്. ഹലോ അലീനയല്ലേ മോളെ, നീ ഇത് എവിടെയാ? ഇങ്ങോട്ടൊന്നും പിന്നെ കണ്ടതേ ഇല്ലല്ലോ. വരാൻ പിന്നെ ഒഴിവ് കിട്ടിയില്ല. ഒരുപാട് തവണ ആഗ്രഹിച്ചിരുന്നു അവിടെ വരണമെന്നും കാണണമെന്നൊക്കെ. അതെ, ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നീ ഇവിടെ വരെ വരാമോ? എന്താ സിസ്റ്ററെ, പ്രത്യേകിച്ച് അവിടെ ആർക്കെങ്കിലും? അങ്ങനെയൊന്നുമില്ല. പ്രീത മമ്മി നിന്നെ ഏൽപ്പിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചായിരുന്നു. അതിന് മമ്മിയുടെ കയ്യിൽ ആകെ ഒരു ഡയറിയേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേർക്ക് കടം കൊടുക്കാനുള്ള കണക്കുകളെല്ലാം അതെല്ലാം ഞാൻ തീർത്തല്ലോ. അത് മാത്രമല്ല, നീ ഒരു കരക്കെത്തിയതിനു ശേഷം നിന്നോട് ഈ രഹസ്യം പറയണമെന്നും ഇത് നിന്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെയോ? എന്നാൽ ഞാൻ വരാം ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. അധികം വൈകിക്കല്ലേ മോളെ, കാരണം ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് എനിക്ക് ട്രാൻസ്ഫറായി അവിടേക്ക് പോകണം. അതിനു മുമ്പേ ഈ സാധനങ്ങളെല്ലാം നിന്നെ ഏൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ നാളെ തന്നെ വരാമെന്ന് ആ സിസ്റ്ററുടെ അടുത്ത് അലീന പറയുന്നുണ്ട്. അങ്ങനെ അലീന അവിടേക്ക് സ്നേഹനികേതനം നടത്തിയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു സ്കൂൾ വർക്ക് ചെയ്യാണ്. അവിടെയും പരിസരമെന്ന് കണ്ട അലീനയ്ക്ക് തൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. പ്രീത മമ്മിയും ചിന്നിക്കുട്ടിയും രേവതിക്കുട്ടിയെല്ലാം ഒരുമിച്ച് ജീവിച്ച ആ നല്ല നാളുകൾ അവളുടെ മനസ്സിലോട്ട് വരാണ്. അങ്ങനെ അലീന ആദ്യം തന്നെ പോകുന്നത് മമ്മിയുടെ കല്ലറയുടെ അടുത്തേക്കായിരിക്കും. മുട്ടുകുത്തി പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മമ്മി എന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് രഹസ്യമാണ് മമ്മി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്? എന്നോട് പറയാത്ത ഇനി എന്തെങ്കിലും രഹസ്യം മമ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ഇപ്പം ഞാൻ കണ്ടെത്തി. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഞാനാണ് മകളെന്ന പോലും. എന്നിട്ടും എന്നോട് വലിയ ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. പക്ഷേ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛന് ഞാൻ മകളാണെന്നറിയാം. ആ സ്നേഹവും വാത്സല്യവും എല്ലാം എനിക്ക് തരുന്നുണ്ട്. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ദേഷ്യമാണ് മമ്മി ഇപ്പോഴും എന്നോട് കാണിക്കുന്നത്. എന്നാൽ മകളാണ് ഞാനെന്ന് അറിയില്ല. ഒരു വേലക്കാരുടെ വേഷം ഇട്ടുകൊണ്ടാണല്ലോ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നത്. ആ ദേഷ്യമെല്ലാം അവിടുത്തെ സാറുമായിട്ട് എനിക്ക് അരുതാത്ത ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് എന്നെ ലാസ്റ്റ് ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മമ്മി വളർത്തിയ ഈ മോൾക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും? ആ സാറിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു മമ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവിടുത്തെ അമ്മ എന്തോ തെറ്റിദ്ധരിച്ചു. എന്നാൽ ആ സാറിന് സത്യം അറിയായിരുന്നു. വിവാഹത്തിന് മുമ്പേ സ്വന്തം ഭാര്യയ്ക്ക് ജനിച്ച മകളാണ്. ആ ഒരു സ്നേഹം വാത്സല്യമായിരുന്നു അദ്ദേഹം എന്നോട് കാണിച്ചത്. എൻ്റെ സ്വന്തം അമ്മ അത് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് പ്രീതമമ്മയുടെ കല്ലറക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുക. അവൾക്കരികിലേക്ക് ആ സിസ്റ്റർ വരുന്നുണ്ട്. മോളെ, ഇവിടെ എങ്ങനെ ഇരുന്നാൽ മതി, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഒരു കവർ എടുക്കുന്നുണ്ട്. കുറച്ച് പഴങ്ങിയ ഒരു ബാഗായിരിക്കും അതിനുള്ളിലുണ്ടാവുക. ഇത് മമ്മി നിന്നെ ഏൽപ്പിക്കാൻ എനിക്ക് തന്നതാണ്. നീ ഒരു കരക്കെത്തിക്കഴിഞ്ഞാൽ നിനക്കവിടെ ജോലിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നിനക്ക് കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചായിരുന്നു. അതും പിടിച്ചോണ്ട് പിന്നെ അലീന പോകുന്നത്. അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മുമ്പേ രേവതിക്കുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം ഒരുപാട് വൈകി. ഇനിയിപ്പോൾ രേവതിക്കുട്ടിയെ പിന്നീട് കാണാമെന്ന് കരുതി അലീന പോകുന്നുണ്ട്. അവളുടെ മനസ്സിൽ പ്രീതമമ്മിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. എന്ത് രഹസ്യമാണ് ആ മമ്മി എന്നോട് പറയാൻ ബാക്കി വെച്ചത്? അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടല്ലേ അവിടെ സിസ്റ്ററെ ഏൽപ്പിച്ചത്. തനിക്കൊരു ജോലി കിട്ടിയതിന് ശേഷം, തനിക്കൊരു സ്വന്തം കാലം നിലയുറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാനിത് അറിയാൻ പാടുള്ളെന്ന് എന്തുകൊണ്ടാണ് മമ്മി അത് ആഗ്രഹിച്ചത്? അങ്ങനെ അവൾ വളരെ ഉത്കണ്ഠത്തോടു കൂടെ ആ ഒരു ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അതിലാണെങ്കിലോ രേവതിക്കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ എന്ന് തോന്നിക്കുന്ന ഒരു പഴയ ഫോട്ടോ കണ്ട് അന്നൊരിക്കൽ മമ്മി പത്രത്തിൽ കണ്ട ഫോട്ടോ അത് വെട്ടിയെടുത്ത് മാറ്റി വെച്ചതാണ്. രേവതിക്കുട്ടിയുടെ അമ്മ ഇന്നേ ദിവസം മരിച്ച ഡേറ്റും കാര്യങ്ങളും ആ ഒരു പത്രവാർത്തയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
പിന്നെ ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഡയറി ആയിരുന്നു കേട്ടോ അത്. അതിൽ മമ്മിയുടെ എഴുത്തുകളുണ്ടായിരുന്നു. മോളെ അലീന, നിന്നോട് പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും എനിക്ക് നിന്നെ അറിയിക്കണം. രേവതിക്കുട്ടിയുടെ അമ്മ മാത്രമേ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. അവളുടെ അമ്മ അവൾ ഗർഭം ധരിച്ചതിന് ശേഷമാണ് അവൾ ചതിക്കപ്പെട്ടാണെന്ന് മനസ്സിലായത്. അന്ന് മുതൽ ആ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചത്. ഇടയ്ക്ക് എൻ്റെ മോളെന്ന് പറഞ്ഞ് ഓടി വന്ന് അവൾ വാരിയടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യായിരുന്നു. അവൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പോലീസിൻ്റെ ഒരു പത്രവാർത്ത ഞാൻ കാണാനിടയായത്. ഇനി അവളെ തേടി വരാൻ ആരുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ അവളുടെ അമ്മ അവളെ ഏൽപ്പിക്കുന്ന മുമ്പേ അവളുടെ അച്ഛനെക്കുറിച്ചുള്ള പല വിവരങ്ങളും എനിക്ക് തന്നേയിരുന്നു. അവളുടെ അച്ഛൻ ആരാണെന്നും അവർ രണ്ടുപേരും വളരെ സ്നേഹത്തിൽ കഴിയുകയായിരുന്നു. വിവാഹം കഴിക്കാൻ ഉറപ്പിക്കുമ്പോഴാണ് അവൾ അച്ഛനും മറ്റൊരു വിവാഹം ഉറപ്പിച്ച് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്ന വാർത്തയും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രേവതിക്കുട്ടിയുടെ അമ്മ ഇതേ ഈ ഡയറിയുടെ ബാക്ക് പേജിലെ രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ട്. ആ ഒരു അഡ്രസ്സും അവർ എനിക്ക് തന്നിട്ടുണ്ട്. എന്നെങ്കിലും രേവതിക്കുട്ടി അവളുടെ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ചോദിക്കുകയാണെങ്കിൽ നീ അവളോട് പറയണം. പക്ഷേ ഒരിക്കലും ആരുടെയും ജീവിതം തകർത്തുകൊണ്ടാവരുത്. ഇതൊക്കെ തിരിച്ചറിയേണ്ടത്. ഒരിക്കലും രേവതിക്കുട്ടി നിന്നെ പോലെ തന്നെ അവൾ അച്ഛനും അമ്മയും ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും അവൾ ഒരിക്കലും അവരെ തേടി പോകരുത്. അവൾ ആവശ്യമുണ്ടെങ്കിൽ അവർ തേടി വരട്ടെ. അമ്മ ഒരിക്കലും ഇനി അവളെ തേടി വരില്ല. പക്ഷേ അതുപോലെ ആയിരിക്കില്ല. അവളുടെ അച്ഛൻ ഇപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കായിരിക്കും. അവിടേക്ക് കയറി ചെന്ന് ആ കുടുംബം തകർക്കരുത് നീ അവളോട് പറയണം. അങ്ങനെ ആ ഒരു ഫോട്ടോ കണ്ടതും നമ്മുടെ അലീന അങ്ങ് നെട്ടിത്തരിച്ച് നിൽക്കാനട്ടോ. ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാതെ ആകെ തരിച്ച് നിൽക്കായിരിക്കും. രേവതിക്കുട്ടിയുടെ അമ്മ ഗർഭിണിയായത് അപ്പോൾ ഇയാളിൽ നിന്നാണോ? താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ ഫോട്ടോ കണ്ടതും അലീന താൻ ആകെ വിയർക്കുന്ന പോലെ ബോധം കെട്ട് പോകുന്ന പോലെ തോന്നാന്. എന്തായത്, എങ്ങനെ തൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ഛനൊരു മകളോ എന്നൊക്കെ ചിന്തിച്ച് ആകെ നെട്ടിത്തരിച്ച് നിൽക്കുക. അത് മറ്റാരുടെയും ഫോട്ടോ ആയിരിക്കില്ല, ബാലചന്ദ്രൻ്റെ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ രേവതിക്കുട്ടിയുടെ അച്ഛൻ ബാലചന്ദ്രൻ സാറാണോ? ഇതെങ്ങനെ വിശ്വസിക്കും? എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ അറിയാതെ അലീനാകെ പെട്ടുപോയി നിൽക്കുക. ഇങ്ങനൊരു രഹസ്യം ഒരിക്കലും ആരും ഒട്ടും പ്രതീക്ഷയല്ല. ബാലചന്ദ്രൻ സാറിന് മറ്റൊരു സ്ത്രീയെ ചതിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയതല്ല. എന്തോ ഒരു ദുരൂഹത സംഭവിച്ചിട്ടുണ്ട്. തനിക്ക് അമ്മക്ക് പറ്റിയ തെറ്റ് പോലെ തന്നെ ബാലചന്ദ്രൻ സാറിനും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതറിയാതെ അലീനാകെ നട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അവൾ ആ ഫോട്ടോയും ഡയറിയും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടിയെ വിളിക്കുക. മോളെ, എന്താ ചേച്ചി, എന്തിനാ വിളിച്ച്? അല്ല, നിനക്ക് സുഖല്ലേ? എനിക്കിവിടെ യാതൊരു കുറവില്ലെന്ന് ചേച്ചിക്ക് അറിയാലോ. എനിക്ക് അച്ഛനും അമ്മയ്ക്കും പകരം ഇവിടുത്തെ ആൻറ്റി അങ്കിളുണ്ട്. പിന്നെ എന്ത് സുഖക്കുറവാ? അല്ല, എന്നാലും നിനക്ക് നിന്റെ അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ അറിയണ്ടേ? അതിന് എൻ്റെ അമ്മ മരിച്ചു പോയല്ലോ, ഇനി എന്താ അറിയാനാ? എന്നാലും അമ്മയ്ക്ക് അനിയത്തിമാര് ബന്ധുക്കള് എല്ലാവരും ഉണ്ടാവില്ലേ? അതെ, അവർക്ക് എന്നെ ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ എന്നെ ഉപേക്ഷിച്ചത്. പിന്നെ ഞാൻ അവിടേക്ക് ഇങ്ങനെ കയറിച്ചല്ലോ. ദേ ഇപ്പം കിട്ടിയ ജീവിതന് എനിക്ക് വളരെ സന്തോഷത്തിലാണെന്ന് രേവതിക്കുട്ടി പറയാണ്. എന്നാലും നിന്റെ അച്ഛന് നിന്നെ ആവശ്യമുണ്ടെങ്കിലോ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. അമ്മ ഒരിക്കലും അത് വെളിപ്പെടുത്തിയിട്ടില്ലെന്നല്ലേ പ്രീത മമ്മി പറഞ്ഞത്? പിന്നെ എന്തിനാ അതൊക്കെ അന്വേഷിച്ചു പോകുന്നത്? എന്നെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു അനാഥാലയത്തിൽ കൊണ്ടുവിടുവാരുമോ? ഇനി ഇത്രയും വലിപ്പം ഉണ്ടായിട്ട് എനിക്കൊരു അച്ഛൻ്റെയും അമ്മയുടെ ആവശ്യമില്ല ചേച്ചി എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അലീന അത് ശരി വെക്കുന്നുണ്ട്. എന്നാലും ബാലചന്ദ്രൻ സാറിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? പാവം രേവതിക്കുട്ടിയുടെ അമ്മ മനസ്സ് പൊട്ടിയായിരിക്കുമല്ലോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അവളെ ഒരിക്കലും അവർക്ക് അവിടെ ഉപേക്ഷിക്കാൻ മനസ്സില്ലായിരുന്നു. പിന്നെ നിവർത്തിക്കേട് കൊണ്ടാണ് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ബാലചന്ദ്രനെ ഒരിക്കൽ കാണണമെന്ന് തന്നെ അലീന മനസ്സുകൊണ്ട് കരുതുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാലചന്ദ്രനെ കാണാൻ തന്നെ അലീന പോവാട്ടോ. അവളവിടെ കണ്ടതും വൈജയന്തി അവളോട് തട്ടിക്കേറുന്നുണ്ട്. എന്തിനാടി നീ ഇങ്ങോട്ട് തന്നെ വന്നത്? നിനക്കിവിടെ ആരാ ഉള്ളത്? ഞാൻ വന്നത് മുത്തശ്ശിയെ കാണാനാണ്. മുത്തശ്ശി പറയട്ടെ എന്നെ കാണേണ്ടെന്ന്. അങ്ങനെ മുത്തശ്ശി അലീനെ കണ്ടതും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പോട്ടെ മുത്തശ്ശി, മുത്തശ്ശിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. വൈജയന്തി നീ പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോയിക്കോ, നീ ഇവിടെ ഒരു നിമിഷം നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ അലീന അവിടുന്ന് പോവാ. ആ ഒരു സമയത്ത് വഴിയോരത്ത് വെച്ചാട്ടോ ബാലചന്ദ്രനെ കാണുന്നത്. ബാലചന്ദ്രനെ കണ്ടതും ബാലചന്ദ്രൻ അവളെ കണ്ടതും കാറ് നിർത്തുന്നുണ്ട്. മോളെ, നീ എപ്പോൾ വന്നു? നീ ഒരു വാക്ക് വിളിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അതെ, പിന്നെ എനിക്ക് മുത്തശ്ശി കാണേണ്ട ആഗ്രഹം തോന്നി, കൂട്ടത്തിൽ സാറിനെയും കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാ. നീ കാറിൽ കയറിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ കാറിൽ കയറിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാ. അതിനുശേഷം ബാലചന്ദ്രൻ സാറിനോട് അലീന ചോദിക്കുന്നുണ്ട്. സാറേ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എന്നോട് സത്യം പറയണം. അതെന്താ അങ്ങനെ? ഞാൻ നിന്നോട് ഇന്നേ വരെ കള്ളം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഈ വൈജയന്തി മേഡത്തെ കല്യാണം കഴിക്കേണ്ട
എന്ത് സാഹചര്യ സാറിന് ഉണ്ടായിട്ടുള്ളത്? പെട്ടെന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു ചോദ്യമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾ അന്ന് ആ വീട്ടിലെ നിങ്ങളുടെ അച്ഛന് അവിടുത്തെ കുഞ്ഞിരാമൻ സാറെന്ന എൻ്റെ മുത്തശ്ശൻ്റെ ജോലിക്കാരനാണെന്നല്ലേ പറഞ്ഞു കേട്ടത്? പെട്ടെന്നെങ്ങനെ അവരുടെ ഒറ്റമകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചത്? അതിൻ്റെ ചോദ്യത്തിൻ്റെ കാര്യമുണ്ടോ മോളെ? നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചു, അപ്പോൾ അവൾ ആരുടെയും തലയിൽ കെട്ടിവെക്കേണ്ടേ? നിങ്ങളുടെ ജാതി മതമൊക്കെ നോക്കിയത് കൊണ്ടായിരിക്കാം എൻ്റെ അച്ഛൻ തൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിക്കാമെന്ന്. അന്ന് എനിക്ക് നല്ല ജോലിയും പഠിപ്പൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു കാര്യം കൊണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിലല്ലേ? അങ്ങനെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അതെ, എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തു. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അച്ഛനാണ് ഇങ്ങനെ തൻ്റെ സാറിന് വേണ്ടി തൻ്റെ സാറിൻ്റെ മകളുമായിട്ട് വിവാഹം കഴിച്ചു വന്നപ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതെന്ത് സാറിന് താല്പര്യം ഉണ്ടാവാൻ സാറ് മറ്റേതെങ്കിലും പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നെട്ടലോടെ അവളെ നോക്കാട്ടോ. എന്താ നീ ഇപ്പം അങ്ങനെ ചോദിച്ചത്? അല്ല, അറിയാൻ വേണ്ടിയിട്ടാ. സാറിന് താല്പര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഉള്ളത്? കാരണം നല്ല സാമ്പത്തികവും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനല്ലേ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് മുന്നിലോട്ട് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സാറിന് താല്പര്യമില്ലാത്തത് എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ എനിക്കൊരാളെ എൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുമാണ്. പെട്ടെന്നാണ് അച്ഛൻ്റെ അറിയിപ്പ്. കുഞ്ഞിരാമൻ സാറിൻ്റെ മോളുമായിട്ട് എൻ്റെ വിവാഹം നിശ്ചയിക്കുന്നത് എനിക്ക് തരക്കേടുണ്ടടാ എന്ന് ചോദിച്ച് ആ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വീട്ടുകാരാണ് തീരുമാനിച്ചത്. അവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സാറിന് നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ. സാറ് നല്ല ഭാര്യ, കുട്ടികൾ, കുടുംബം ഒക്കെ ആയില്ലേ? ഓഹോ, എന്നെ ഒരു പുച്ഛായിരുന്നു, ഒരു പണമില്ലാത്തവൻ. പക്ഷേ അവിടുന്ന് ആ വാശിയിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തത്. അവർക്കൊക്കെ എന്നോട് ദേഷ്യവും പുച്ഛോ മാത്രമായിരുന്നു. ആ ഒരു വൈജയന്തിനല്ലോ എനിക്കൊരു വില പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കിതെല്ലാം നേടിയെടുത്തപ്പോഴാണ്, ഞാൻ തന്നെ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് എനിക്കായിട്ട് എൻ്റെതായിട്ടുള്ള വില വന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാലും സാറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അവളെവിടാ? അറിയില്ല. അവൾ എവിടെയാണെന്ന് അന്വേഷിച്ചില്ലേ? അവൾക്ക് എന്തു സംഭവിച്ചെന്ന്? നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ച ആ ഒരു പെൺകുട്ടി ഒരിക്കലും എന്താണ് ചെയ്തിട്ടുണ്ടാവുമെന്ന് അന്വേഷിക്കാനുള്ള മനസ്സ് തോന്നിയില്ല. ഇല്ല. പിന്നെ അവിടെ നിന്നൊക്കെ താമസം മാറി ഞങ്ങളിത് ഇങ്ങോട്ട് വന്നു. അവിടെ നിന്നത്തെ വീടും പറമ്പും എല്ലാം വിട്ട് ഉള്ളത് ഒരു 5 സെൻറ്റ് സ്ഥലവും വീടായിരുന്നു. അതെല്ലാം വിറ്റുപൊറുക്കി അച്ഛനിതാ അവർ കൊടുത്ത വൈജയന്തിയുടെ അച്ഛൻ കൊടുത്ത വീട്ടിലേക്ക് മാറി. പിന്നെ അവിടെ നിന്നായിരുന്നു വിവാഹവും കാര്യങ്ങളൊക്കെ. പിന്നെ സ്വന്തം കാലിൽ നിന്നാ എല്ലാം ഞാൻ നേടിയെടുത്ത്. അത്രയും വലിപ്പമുള്ള ഒരു വീടും എല്ലാ സൗകര്യങ്ങളും ബിസിനസ്സൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ പഴയ നാട്ടിലേക്ക് പോവുകയും ചെയ്തില്ല. അവിടെ ആരാ ഉള്ളതെന്ന് അന്വേഷിച്ചും ചെയ്യില്ലേ സാറേ? ആ പെൺകുട്ടിയെക്കുറിച്ചെങ്കിലും അന്വേഷിക്കാമായിരുന്നു. എന്താ അപ്പം നീ അങ്ങനെ പറയുന്നത്? നിങ്ങൾ സ്നേഹിച്ച ആ പെൺകുട്ടി അവർ 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തൂങ്ങി മരിച്ചു. അവരുടെ മകളെ ഒരു അനാഥാലയത്തിലാക്കിയതിനു ശേഷം ഇത് കേട്ടതും ബാലചന്ദ്രൻ ആകെ നെട്ടിത്തരിച്ച് നിൽക്കുക. അവരെ മകളെ അനാഥാലയത്തിലാക്കിയെന്നോ? അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ചിരുന്നില്ലേ? വിവാഹത്തിന് മുമ്പേ അതിലൊരു കുഞ്ഞു അവൾ ഉണ്ടായിരുന്നു. അതും കൂടെ അറിയാതെയാണോ നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ കാര്യത്തിൽ താലി കെട്ടത്? അലീന, ഇല്ല, ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ചതി ചെയ്യില്ലായിരുന്നു. അല്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പ്രണയിച്ച ആ ഒരു പ്രിയ എന്ന ആ പെൺകുട്ടി അവിടെ ബ്രിജിലമ്മയുടെ കയ്യിലാണ് ആ കുഞ്ഞിനെ വളർത്താൻ കൊടുത്തതും. എന്നിട്ട് 4 വർഷം ആയപ്പോഴേക്കും ആ കുഞ്ഞിന് 4 വയസ്സായപ്പോഴേക്കും അവർ തൂങ്ങി മരിക്കായിരുന്നു. അത്രയും മാനസിക പ്രയാസം ഉണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിനെ വിട്ടുപിരിഞ്ഞതിൽ. ഇടയ്ക്കൊക്കെ മമ്മി പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിനെ കാണാനായിട്ട് അവർ ഓടി ആ വീട്ടിലേക്ക് വരുമെന്ന്. എന്നിട്ട് വാരിയെടുത്ത് ഉമ്മ വെച്ച് ആ കുഞ്ഞിന് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്ത് തിരികെ പോകുമെന്ന്. പിന്നീട് ഒരിക്കലാണ് ആത്മഹത്യ ചെയ്തെന്ന വാർത്ത പത്രത്തിൽ വന്നത്. ദേ നോക്കെന്ന് പറഞ്ഞ് ആ ഒരു പേപ്പർ എടുത്ത് കൊടുക്കുമ്പോൾ ബാലചന്ദ്രൻ നടുങ്ങി നിറച്ച് നിൽക്കാട്ടോ. അവൾ ഗർഭിണിയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചില്ല? ഒരു പെണ്ണിൻ്റെ ജീവിതം എത്ര പെട്ടെന്ന് പിച്ചി ചീന്തിയത്. അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാമായിരുന്നു. മറ്റൊരു വിവാഹം തേടി പോകുമ്പോൾ താൻ സ്നേഹിച്ച പെണ്ണിന് എന്ത് സംഭവിച്ചെന്ന് അറിയാനുള്ള മാന്യത പോലും നിങ്ങൾക്കില്ലേ? എന്തൊക്കെയായാലും നിങ്ങളൊരാണല്ലേ. അവൾക്ക് എന്ത് സംഭവിച്ചെന്നോ എവിടെയാണെന്നോ എന്നുപോലും അന്വേഷിക്കാമായിരുന്നു. മോളെ, നീ വിചാരിക്കുന്ന പോലെയല്ല, അത്രയ്ക്കും തടവിലായിരുന്നു ഞാനും അന്ന്. പിന്നെ എല്ലാം മറന്ന് അവൾ മറ്റൊരു ജീവിതം തേടിയെന്നാ ഞാനും കരുതിയത്. പക്ഷേ നിങ്ങൾ ആണുങ്ങൾക്ക് എല്ലാം മറക്കാൻ പറ്റുമായിരിക്കും, എന്നാൽ പെണ്ണിനൊരിക്കലും മറക്കാൻ പറ്റില്ല. ഓ, ഇത് നീ എന്നോട് തന്നെ പറയണം. നിന്റെ അമ്മയോ നിന്നെ പ്രസവിച്ച് അവളിപ്പോൾ എൻ്റെ നല്ല ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അവളെല്ലാം മറന്നില്ലേ? എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ സാറേ. ഏത് പെണ്ണിൻ്റെയും ജീവിതത്തിൽ ഒരാണിൻ്റെ ചതി ഉണ്ടായിരിക്കും. അതെ, ഞാൻ ചതിച്ചെന്നാണോ നീ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് എൻ്റെ മകളിപ്പോൾ എവിടെയുണ്ട്? അതെ,
നിങ്ങളുടെ മകളിപ്പോൾ എവിടെയുണ്ടെന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവളോട് ഞാൻ ചോദിച്ചു അച്ഛനെ കാണണമെന്ന്. അന്ന് അവൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? എന്നെ വേണ്ടാത്തതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചത്. ആ അച്ഛനെയും അമ്മയും കാണാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ്. എന്നാലും മോളെ, അവളുടെ അമ്മ ഗർഭിണിയാണെന്നോ അവൾ പ്രസവിച്ച ഒരു കാര്യം എന്നെ അറിയിക്കാമായിരുന്നില്ല. അവൾക്ക് ഒന്നും എന്നെ അറിയിച്ചില്ല. നിങ്ങളുടെ ജീവിതം തകർക്കേണ്ടെന്ന് കരുതി കാണും ആ പാവം. നല്ലൊരു ജീവിതം കിട്ടിയതല്ലേ, ജീവിച്ച് തീർത്തോട്ടെ എന്ന് വിചാരിച്ച് കാണും. അതുകൊണ്ടാ സ്വയം ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. എന്നാലും എൻ്റെ മോളെവിടാ എന്ന് ബാലചന്ദ്രൻ ഹൃദയം പൊട്ടി ചോദിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ രേവതിക്കുട്ടിയാണ്. ഞാൻ ഈ രഹസ്യം അറിഞ്ഞത് ഈ അടുത്ത ദിവസാ. പ്രീതമമ്മി എന്നെ ഏൽപ്പിക്കാൻ എന്തോ രഹസ്യം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇങ്ങനെയൊന്നും ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ബാലചന്ദ്രൻ സാറാണ് രേവതിക്കുട്ടിയുടെ അച്ഛനെന്ന് ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. മോളെ, ഞാൻ എന്തൊരു പാപ്പിയാണ്. എൻ്റെ പ്രിയ അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൾ എന്നെ ഒന്നും അറിയിക്കാതെ ഈ ലോകത്തു നിന്ന് വിട്ടുപോയല്ലോ. അവൾ എൻ്റെ ജീവിതം തകർക്കാതിരിക്കാനായിരിക്കും ഞാൻ നല്ലതുപോലെ ജീവിച്ചോട്ടെ എന്ന് അന്ന് മുതലേ അവൾ അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ലാത്ത സമയത്ത് അവൾ ജോലി ചെയ്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ചവളാണ്. പക്ഷേ ഒരു നിമിഷം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനാണ് അവളെ പോയി കണ്ടതും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പാവം എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതി കാണും. അതുകൊണ്ടാണ് ഈ ജീവിതത്തിനെ ഒഴിഞ്ഞു പോയത്. എന്നാലും അവൾ എന്തിനു മരിച്ചത്? അവൾക്ക് മകളുണ്ടെന്ന കാര്യം എന്നെ അറിയിച്ചൂടായിരുന്നോ? അവരെ ഞാൻ പൊന്നു പോലെ നോക്കില്ലായിരുന്നോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പൊട്ടിക്കരയുമ്പോൾ എനിക്ക് മനസ്സിലാവാണ് ബാലചന്ദ്രന് മനസ്സറിവ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. രേവതിക്കുട്ടിയെ 2 കൈകൊണ്ട് നീട്ടി സ്വീകരിക്കാനും അവർ തയ്യാറാണെന്ന കാര്യം. മോളെ, എനിക്കിപ്പം തന്നെ എൻ്റെ മോളെ കാണണം. അതിന് രേവതിക്കുട്ടി അതിന് സമ്മതിക്കുന്ന അറിയില്ല. എന്നാലും എനിക്കെൻ്റെ മോളെ ദൂരെ നിന്ന് കണ്ടാൽ മതി. മോളെ, നീ എന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാമച്ചൻ്റെ വീട്ടിലേക്ക് അലീനയും ബാലചന്ദ്രനും കൂടെ പോവാണ്. രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, മോളെ, എൻ്റെ കൂടെ അവിടുത്തെ സാറ് വന്നിട്ടുണ്ട്. സാറ് വന്നിട്ടുണ്ടോ? ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണല്ലോ ആ സാറിന്. അതുകൊണ്ട് ആ സാറിന് എനിക്കും വലിയ കാര്യ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ഓടി വരുന്നുണ്ട്. അവളെ കണ്ടതും ഇമ വെട്ടാതെ രേവതിക്കുട്ടിയെ നോക്കി നിൽക്കുക. തൻ്റെ പ്രിയയെ പോലെ തന്നെ അവളും അമ്മയുടെ അതേ രൂപം. മോളെ, ഇങ്ങു വാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ വിളിക്കുമ്പോൾ സംശയത്തോടെ അവൾ അടുത്തേക്ക് വരുന്നുണ്ട്. ചെല്ല്, നിന്റെ അച്ഛനെ പോലെ നീ കരുതിയാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. മോളെ, നീ ഇവിടെ സുഖാണോ? നിനക്ക് എൻ്റെ കൂടെ വരണോ എന്ന് ചോദിക്കുക. അതെ, എനിക്കിവിടെ സുഖമാണ്. ഇവിടുത്തെ അങ്കിളും ആൻറ്റിയും സ്വന്തം മകളെ പോലെ എന്നെ കാണുന്നത്. ഞാൻ സാറിൻ്റെ കൂടെയല്ല, എൻ്റെ അലിന ചേച്ചിയെ ഓടിച്ചു വിട്ട വീടല്ലേ. അവിടെ എനിക്ക് എന്ത് സ്ഥാനം ഉണ്ടാവുക? ഒരിക്കലും ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. ഈ വീട്ടുകാരെൻ്റെ സ്വന്തമാണെന്ന് പറയുന്നുണ്ട്. മോളെ എന്ന് പറഞ്ഞ് വീണ്ടും ചേർത്ത് പിടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഒടുവിൽ രേവതിക്കുട്ടിയോട് അലീന പറയുന്നുണ്ട്, മോളെ, ഞാൻ നിന്നോട് ഒരിക്കൽ കൂടെ ചോദിക്കാം, നിൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്തിനാ ചേച്ചി അതിങ്ങനെ കൂടെ ചോദിക്കുന്നത്? എന്നെ വേണ്ടാത്തവരെ എനിക്ക് കാണാൻ ഒട്ടും ആഗ്രഹമില്ല. പിന്നെ എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. അതുകൊണ്ട് അവരോട് എനിക്ക് ദേഷ്യവും വെറുപ്പൊന്നുമില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് എൻ്റെ അച്ഛനെ അറിയാലോ. ഞാനുണ്ടെന്ന കാര്യം എന്നിട്ട് എന്നെ അന്വേഷിച്ച് വരാനോ അങ്ങനെ ഒരു മകളുണ്ടോ എന്ന് അന്വേഷിക്കാനോ ഒന്നും തോന്നിയില്ലല്ലോ. അതുകൊണ്ട് ആ അച്ഛനോട് എനിക്കിന്ന് വെറുപ്പാ. എന്നെ അനാഥയാക്കിയ എൻ്റെ അച്ഛനോട്. എൻ്റെ അമ്മ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അമ്മ ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോയത്. എന്നാൽ എൻ്റെ അച്ഛനല്ലേ അമ്മയെ ചതിച്ചത് എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ നെഞ്ചു പൊട്ടി നിൽക്കാനട്ടോ ബാലചന്ദ്രൻ. തൻ്റെ പ്രിയക്കും തൻ്റെ രേവതിക്കുട്ടി എന്ന തൻ്റെ മാനറിയാതെ ഇത്രയും കാലം വളർന്ന തൻ്റെ മകളോടും താൻ തെറ്റ് ചെയ്തു പോയെന്നൊരു തോന്നൽ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ കിടന്ന് തീറിപ്പോകുകയാണ് കേട്ടോ. അങ്ങനെ അവൻ ഒരിക്കലും തിരിച്ചു നടക്കാൻ പറ്റാത്തത്ര ദൂരെ താൻ സഞ്ചരിച്ചെന്ന് ബാലചന്ദ്രന് മനസ്സിലാവാണ്. താൻ എന്ത് തെറ്റ് ചെയ്തു, താൻ എന്ത് അവരോട് ചെയ്ത തെറ്റോർത്ത് അയാൾ വിങ്ങി പൊട്ടുന്നുണ്ട്. അങ്ങനെ പ്രിയയുടെ വീട്ടിലേക്ക് പോവാൻ ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയോ ആരും തന്നെ ആ വീടോ സ്ഥലമോ ഒന്നും തന്നെ ബാലചന്ദ്രനെ കണ്ടുപിടിക്കാനായില്ല കേട്ടോ. തൻ്റെ മകളെ ഉണ്ട്, അവൾക്ക് വേണ്ടിയെങ്കിലും തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് ജീവിക്കണം. ഇനിയിപ്പോൾ ആരെതിർത്താലും വേണ്ടില്ല, തനിക്കൊരു മകളുണ്ടെന്ന കാര്യം വൈജയന്തോട് തുറന്ന് പറയാൻ തന്നെ തീരുമാനിക്കാണ് ബാലചന്ദ്രൻ. എന്നാൽ രേവതിക്കുട്ടിയുടെ നിലപാട് കേട്ടുകൊണ്ടാണ് അലീനയ്ക്കും ബാലചന്ദ്രന് വല്ലാതെ നിരാശയും സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനെ നമ്മുടെ അലീന ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട്, സാറേ ഇനി വിഷമിക്കേണ്ട, പതിയെ അവളുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. രേവതിക്കുട്ടിയും തൻ്റെ അച്ഛൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത് ബാലചന്ദ്രനാണ് തൻ്റെ അച്ഛനെന്ന് രേവതിക്കുട്ടി മനസ്സിലായിട്ടില്ല. പക്ഷേ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം അലീന തന്നെ തൻ്റെ അച്ഛനെ, രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്നേഹ സമ്പന്നനായ ബാലചന്ദ്രനാണ് തൻ്റെ അച്ഛനെന്ന് മനസ്സിലാക്കിയ രേവതിക്കുട്ടി പൊട്ടിക്കരഞ്ഞ് തൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ യാതൊരു ബാധ്യത ആവില്ലെന്ന് അവരോട് പറയേണ്ടത് അച്ഛനും അമ്മയും കൂടി സന്തുഷ്ട
സന്തോഷത്തോടെ ജീവിക്കണമെന്നും ഈ രേവതിക്കുട്ടി ആ വീട്ടിലേക്ക് വന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുടുംബകലഹം ഉണ്ടാവാൻ പറ്റില്ലെന്നൊക്കെ അച്ഛന് സന്തോഷം സമാധാനത്തോടെ ജീവിക്കണമെന്നും രേവതിക്കുട്ടി പറയുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.